ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മൾ കുഞ്ഞുവാവനെ സ്കൂളിലേക്ക് ആക്കാൻ റോഡിലേക്ക് പോവുകയാണേ. അപ്പം കുഞ്ഞുവാവയുടെ ഇഷ്ടങ്ങൾ, അതായത് എന്നെപ്പോലെ തന്നെയാണ് കുഞ്ഞുവാവയും തൊട്ടാവാടിയും കാടും മുള്ളും എല്ലാം പറിച്ചാണ് നടക്കുക. അപ്പോൾ കുഞ്ഞുവാവയ്ക്ക് ചെറുതായിട്ട് മുള്ളുകൊണ്ടൊന്നും ഇതായി എന്നല്ലാണ്ട്, അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ആ വഴിയിൽ കുറേ വെള്ളമുണ്ട്. അപ്പോൾ അത് ചാടിക്കിടക്കണം. എനിക്ക് കാല് വയ്യാത്തതുകൊണ്ട് കുഞ്ഞുവാവ തന്നെയാണ് പോവുക. അങ്ങനെ രാവിലെ തന്നെ ഓടിപ്പഴഞ്ഞ് നമ്മുടെ റോഡിലെത്തി. കണ്ണാടിപ്പൂവി കളിപ്പൂവി മുത്തമിനാവിൽ പൂത്തു നിന്നാട്ടെ പുഞ്ചിരിക്കട്ടെ പറമ്പും ബാറ്റിക്കുരുന്നാട്ടെ ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ ഇനി പൂന്തളരെ നീയരി പൂമകളാണ് ഇനി പുഞ്ചിരികൾ വെയ്തു തരും കുടമാണ് ഇനിയോടി വരും സാഗരമാണ് ഇതിലേ വാ കനവിലെ ചിറകുവാ പകതിലെ വൈകളിൽ വെയ്തു പോ പകതിവാ. ചേച്ചിന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ആടിക്കൈയിൽ കല്യാണം കണ്ടു കാക്കാത്തിക്കിളിയേ ഉള്ളത്തെ ചെണ്ടു മല്ലിപ്പൂ വിരിഞ്ഞൊരാളുണ്ടോ അഴകോലും തമ്പ്രാനുണ്ടോ. വളരെ മനോഹരമായി കുഞ്ഞാവേന്റെ പാട്ടും ലിജിതേച്ചിന്റെ പാട്ടും നിങ്ങൾ കേട്ടില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ എന്താണ് ഈരി എടുക്കുന്നത് എന്നല്ലേ. അതായത് നമ്മുടെ നാട്ടിലെ എല്ലാം കാണുന്ന ഒരു തരം ഇലയാണ്, നമ്മുടെ മുരിങ്ങേൻ്റെ ഇല പോലെ ഉണ്ടാവും. പക്ഷെ അത് ഈരി എടുത്തിട്ട് നമ്മൾ കയ്യിലാക്കിയിട്ട് നമ്മളെ ഒരു തരം ബുഷ് പോലെ ഉണ്ടാവും. ആ ബുഷില്ലേ നമ്മൾ എങ്ങനെയെങ്കിലും കുട്ടിക്കാലത്തെല്ലാം നമ്മൾ എന്താക്കും, ഈ ഇലകൾ നമ്മൾ മുടിയിലേക്ക് ഇടില്ലേ. അങ്ങനെ ഒരു നൊസ്റ്റാൾജിയ നമുക്ക് ലിജിതേച്ചിൻ്റെ മുടിയിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന ലിജിതേച്ചിയുടെ തലയിലേക്ക് ഞാൻ ആകസ്മികമായിട്ടാണ് ഇത് ഇടുന്നത് കേട്ടോ. പക്ഷേ എനിക്കൊരു വൈബ്, എന്താ പറയുക, എൻ്റെ ഓർമ്മകൾ ഞാൻ പുതുക്കുകയാണ് തലയിലെങ്കിലും. പക്ഷെ അവരറിഞ്ഞിട്ടില്ല ഞാൻ ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. കാര്യം അവരറിയാത്തത് കൊണ്ട് തന്നെ ഞാനത് നൈസായിട്ട് തന്നെ മനോഹരമായിട്ട് തന്നെ എന്താ പറയുക, ഞാനതൊരു പൂർത്തീകരിച്ചു കേട്ടോ.